ആരാധനാലയ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സംഘപരിവാർ സംഘടനകൾക്ക് വൻ തിരിച്ചടി. മുസ്ലിം പള്ളികളിൽ നടത്തുന്ന എല്ലാ സർവേകളും നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. സമാന വിഷയത്തിൽ നിലവിലുള്ള സർവേകൾ നിർത്തിവെക്കണമെന്നും സുപ്രീം കോടതി നടപടി സിപിഎം ഉൾപ്പെടെയുള്ള കക്ഷികളുടെ വാദം അംഗീകരിച്ച്. വിവരങ്ങൾ സിബി ജോസഫ് നൽകും. റിപ്പോർട്ടിലേക്ക്. വർഷ BJP നേതാവും അഭിഭാഷകനുമായ അശ്വിനികുമാർ ഉപാധ്യായ അടക്കം നിരവധി പേർ നൽകിയ ഹർജികളിലാണ് സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് 1991 ആരാധനാലയ നിയമം അനുസരിച്ച് ഈ 1947 ഏത് അവസ്ഥയിലാണോ ഓരോ ആരാധനാലയങ്ങളും ഉള്ളത് അതേ സ്റ്റാറ്റസ് കോ നിലനിൽക്കണമെന്നുള്ള ഒരു ഉത്തരവ് കൂടി, അല്ലെങ്കിൽ ഒരു ഇടക്കാല ഉത്തരവ് കൂടി ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കീഴ്ക്കോടതികളും സർവേ നടത്താൻ വേണ്ടി ഉത്തരവിട്ടിരുന്നു. ഈ സർവേകളെല്ലാം തന്നെയും നിർത്തിവെക്കാനുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടങ്ങുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിൻ്റെയാണ് നിർണായകമായ ഇടപെടൽ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CPIM അടക്കമുള്ള സംഘടനകൾ ഈ ഒരു ഹർജിയെ എതിർത്തുകൊണ്ട് കക്ഷി ചേർത്തിരുന്നു. അങ്ങനെ ഈ CPIM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വാദം കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിൽ എല്ലാ സർവേയും നിർത്തിവെക്കാനുള്ള ഉത്തരവുണ്ടായിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും ഇപ്പോൾ നിലവിൽ കേസുകളുമായിട്ടുള്ള സമ്പൽ, ഗ്യാൻബാബി അടക്കമുള്ള രാജസ്ഥാനിലെ അജ്മീർ ദർഗ അടക്കമുള്ള നിരവധി ഇടങ്ങളിലെ സർവേകളെല്ലാം തന്നെയും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിലവിൽ ഉത്തരേന്ത്യയിൽ ആകമാനം നിരവധി മുസ്ലിം പള്ളികൾ പഴയ പുരാതന ക്ഷേത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംഘപരിവാർ എല്ലാം തന്നെയും ഹർജി നൽകുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 11ഓളം സ്യൂട്ട് ഹർജികൾ നിലവിലുണ്ടായിരുന്നു. ഇതിനെല്ലാം തന്നെയും ഈ ഒരു വിധി, ഈ ഇടക്കാല ഉത്തരവ് ബാധകമായിരിക്കുകയാണ്. മാത്രമല്ല ഇനിയൊരു അന്തിമ തീർപ്പ് ഉണ്ടാകുന്നതുവരെ ഇതിൽ ഒന്നിനെയും തുടർ നടപടി പാടില്ല എന്നും പുതിയൊരു സമാനമായ ഹർജി എത്തിയാൽ പോലും അതിലും തുടർ നടപടി പാടില്ല എന്നുള്ള ഉത്തരവ് കൂടി സുപ്രീം കോടതി ഭാഗത്തുണ്ടായി എന്നുള്ളതാണ്. എന്തായാലും BJPയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് സമ്പലടക്കമുള്ള വിഷയങ്ങൾ ഒരു വർഗീയ സംഘർഷം ആളിക്കത്തിക്കാനുള്ള ഒരു പ്രത്യേക അജണ്ടയായി കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ ഒരു നിർണായക ഉത്തരവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഈ സംഭവത്തിൽ ഇതുവരെയും കേന്ദ്ര സർക്കാരിൻ്റെ സത്യവാങ്മൂലം ലഭിച്ചില്ല എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇതിൽ 4 ആഴ്ച സമയം ചോദിച്ചു. അതേ തുടർന്ന് ഇനിയിപ്പോൾ 4 ആഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാർ ഇതിലൊരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഈ കേസ് പിന്നീട് പരിഗണിക്കുകയും ചെയ്യും. വർഷ. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.